രാജ്യത്ത് തീവ്രവാദ ഗ്രൂപ്പുകളെ വളർത്തുന്നതിനായി യൂനുസ് ബംഗ്ലാദേശിന്റെ നിയന്ത്രണം പിടിച്ചെടുത്തുവെന്നാണ് ഹസീന ആവർത്തിച്ചത്. ബംഗ്ലാദേശിന്റെ ഇടക്കാല മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസിനെ വിമർശിച്ച് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രംഗത്ത് വന്നിരിക്കുകയാണ്. മുഹമ്മദ് യൂനുസ് രാഷ്ട്രത്തെ അമേരിക്കയ്ക്ക് വിൽക്കുന്നു എന്ന് ഹസീന ആരോപിക്കുന്നു. തന്റെ പാർട്ടിയായ അവാമി ലീഗിനെ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിൽ നിന്ന് അടുത്തിടെ വിലക്കിയതിനെ ഹസീന അപലപിച്ചു. ഈ നീക്കത്തെ ഭരണഘടനാ വിരുദ്ധമെന്നാണ് ഹസീന വിശേഷിപ്പിച്ചത്. ഹസീനയുടെ ഓഡിയോ സന്ദേശം അവരുടെ പാർട്ടിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. രാജ്യത്ത് തീവ്രവാദ ഗ്രൂപ്പുകളെ വളർത്തുന്നതിനായി യൂനുസ് ബംഗ്ലാദേശിന്റെ നിയന്ത്രണം പിടിച്ചെടുത്തുവെന്നാണ് ഹസീന ആവർത്തിച്ചത്. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള അക്രമാസക്തമായ പ്രതിഷേധങ്ങൾ ഹസീന സർക്കാരിനെ അട്ടിമറിച്ചതിനെ തുടർന്ന് നോബൽ സമ്മാന ജേതാവ് കൂടിയായ മുഹമ്മദ് യൂനുസ് ബംഗ്ലാദേശിന്റെ ഇടക്കാല മുഖ്യ ഉപദേഷ്ടാവ് എന്ന സ്ഥാനം ഏറ്റെടുക്കുകയായിരുന്നു. ഡിസംബറിൽ ബംഗ്ലാദേശിൽ പൊതു തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന സൈനിക ആഹ്വാനത്തെ തുടർന്ന് യൂനുസ് രാജിവെക്കണമെന്ന് ഭീഷണിപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കെയാണ് ഹസീനയുടെ പുതിയ പ്രസ്താവന ശ്രദ്ധേയമാകുന്നത്. സെന്റ് മാർട്ടിൻ ദ്വീപ് വിഷയവും ഹസീന ചൂണ്ടിക്കാണിച്ചു. കുറച്ചു നാളുകൾക്ക് ശേഷമുള്ള തന്റെ ആദ്യ പ്രസ്താവനയിൽ മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി വീണ്ടും സെന്റ് മാർട്ടിൻസ് ദ്വീപ് ഏറ്റെടുക്കാനുള്ള അമേരിക്കയുടെ ഉദ്ദേശത്തെക്കുറിച്ച് പരാമർശിച്ചു. സെന്റ് മാർട്ടിൻസ് ദ്വീപിനായുള്ള അമേരിക്കയുടെ ആവശ്യങ്ങൾ തന്റെ പിതാവ് അംഗീകരിച്ചില്ലെന്നും അതിനായി അദ്ദേഹത്തിന് ജീവൻ നൽകേണ്ടി വന്നുവെന്നും അധികാരത്തിൽ തുടരാൻ രാജ്യം വിൽക്കുന്നതിനെക്കുറിച്ച് താൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്തതിനാൽ തന്റെ വിധി അതായിരുന്നുവെന്നും അവർ പറഞ്ഞു. ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിനായി രാജ്യം ആയുധമെടുത്ത് തന്റെ പിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാനൊപ്പം പോരാടിയതും അവർ അനുസ്മരിച്ചു. ആ രാജ്യത്തിന്റെ മണ്ണിന്റെ ഒരു ഇഞ്ച് പോലും ആർക്കും വിട്ടുകൊടുക്കാൻ ആരും ഉദ്ദേശിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് എന്തൊരു ദൗർഭാഗ്യമാണിത്. അത്തരമൊരു വ്യക്തി അധികാരത്തിൽ വന്നു. മുഴുവൻ രാജ്യത്തെയും ജനങ്ങളാൽ സ്നേഹിക്കപ്പെടുന്ന, ലോകം മുഴുവൻ സ്നേഹിക്കപ്പെടുന്ന ഒരു വ്യക്തി ഇന്ന് അധികാരത്തിൽ വന്നപ്പോൾ ആ വ്യക്തിക്ക് എന്ത് സംഭവിച്ചു? അവർ ചോദിച്ചത് ഇങ്ങനെയായിരുന്നു. ഭീകരരുടെ സഹായത്തോടെയാണ് മുഹമ്മദ് യൂനുസ് അധികാരം പിടിച്ചെടുത്തതെന്നും ഷെയ്ഖ് ഹസീന ആരോപിക്കുന്നുണ്ട്. ഇടക്കാല മുഖ്യ ഉപദേഷ്ടാവിനെ തീവ്രവാദി നേതാവ് എന്നാണ് ഹസീന വിശേഷിപ്പിച്ചത്. അവാമി ലീഗിനെ നിരോധിച്ചതിന് പരിവർത്തന സർക്കാരിനെയും അവർ വിമർശിച്ചിരുന്നു. ഈ നീക്കം നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് അവർ വാദിച്ചു. നമ്മുടെ മഹത്തായ ബംഗ്ലാദേശ് രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചത് നീണ്ട പോരാട്ടത്തിലൂടെയും വിമോചന യുദ്ധത്തിലൂടെയുമാണെന്ന് ഷെയ്ഖ് ഹസീന ചൂണ്ടിക്കാട്ടി. നിയമവിരുദ്ധമായി അധികാരം പിടിച്ചെടുത്ത ഈ തീവ്രവാദ നേതാവിന് ഭരണഘടനയിൽ തൊടാനുള്ള അവകാശം ആരാണ് നൽകിയതെന്നും അവർ ചോദിച്ചു. ബംഗ്ലാദേശിലെ ഭരണം ഏറ്റെടുക്കാൻ മുഹമ്മദ് യൂനുസിനോട് ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അവർ പറഞ്ഞിരുന്നു. യൂനുസിന് ഭരണഘടനാപരമായ അടിത്തറയില്ലെന്നും മുഖ്യ ഉപദേഷ്ടാവ് എന്ന സ്ഥാനത്തിന് അർഹനല്ലെന്നും ഷെയ്ഖ് ഹസീന പറയുന്നു. അപ്പോൾ പാർലമെന്റ് ഇല്ലാതെ യൂനുസിന് എങ്ങനെ നിയമം മാറ്റാൻ കഴിയും? ഇത് നിയമവിരുദ്ധമാണെന്നും ഹസീന ശക്തമായി തന്നെ പ്രതികരിക്കുന്നു. അതേസമയം ഹസീന കാലഘട്ടത്തിലെ ഉദ്യോഗസ്ഥരുടെ ആദ്യ വിചാരണ ഞായറാഴ്ച ബംഗ്ലാദേശിലെ ഒരു പ്രത്യേക കോടതിയിൽ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 5-ന് 6 പ്രതിഷേധക്കാരെ കൊലപ്പെടുത്തിയ കേസിൽ 8 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ തലസ്ഥാനമായ ധാക്കയിൽ സ്ഥിതി ചെയ്യുന്ന കോടതി ഔപചാരിക കുറ്റം ചുമത്തി. അതേ ദിവസം തന്നെ ഹസീന രാജ്യം വിടുകയും പ്രതിഷേധക്കാർ അവരുടെ വസതിയിലേക്ക് ഇരച്ചുകയറി ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു. മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾക്കാണ് ഹസീനയുടെ കാലഘട്ടത്തിലെ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എന്ന് ചീഫ് പ്രോസിക്യൂട്ടർ ചൂണ്ടിക്കാട്ടിയിരുന്നു. 4 പേർ കസ്റ്റഡിയിലാണെന്നും മറ്റ് 4 പേരുടെ കൂടി വിചാരണ നടക്കുന്നുവെന്നും ചീഫ് പ്രോസിക്യൂട്ടർ വെളിപ്പെടുത്തുകയും ചെയ്തു. അതേസമയം ഭീകരവാദത്തിനെതിരെ ഇന്ത്യ ആഗോള കൂട്ടായ്മ സംഘടിപ്പിക്കാനും ഇന്ത്യയുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷ്യമിടുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇന്ത്യയെ ഗുരുതര ഭീഷണിയായി പാകിസ്ഥാൻ കാണുന്നുവെന്നും ഇന്ത്യയെ നേരിടാൻ തന്ത്രപരമായ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതുൾപ്പെടെ സൈന്യത്തെ ആധുനികവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും അമേരിക്കൻ ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വേൾഡ് ത്രെറ്റ് അസസ്മെന്റ് റിപ്പോർട്ടിലാണ് പാകിസ്ഥാൻ ഇന്ത്യയെ ഭയക്കുന്നുവെന്നും ഇന്ത്യക്കെതിരെ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ തേടുന്നുവെന്നുമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. DIAയുടെ വേൾഡ് ത്രെറ്റ് അസസ്മെന്റ് റിപ്പോർട്ടിൽ പാകിസ്ഥാനിലെ ഭീകര ഗ്രൂപ്പുകൾക്കെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനെയും അതിന്റെ ഫലമായി ഉണ്ടാകുന്ന സംഘർഷങ്ങളിലെ വർധനവിനെയും പരാമർശിക്കുന്നുണ്ട്. ഭീകരവാദത്തിനെതിരെ ഇന്ത്യ ആഗോള കൂട്ടായ്മ സംഘടിപ്പിക്കാനും ഇന്ത്യയുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷ്യമിടുന്നുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്.